ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടിനുള്ള അരിപ്പൊടി ഞാൻ ഒരു തട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ അതാ കുറേശ്ശെ ചൂടുള്ള വെള്ളം ഒഴിച്ചാണ്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നൂൽപുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പം നമ്മളെ വീട്ടിൽ നമ്മൾ അരിയൊക്കെ കഴുകി ഉണക്കി പൊടിക്കുമല്ലോ, അങ്ങനത്തെ പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂട് കുറച്ച് കുറവുള്ള ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുത്താൽ മാവ് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് നമുക്ക് പിന്നെ അതേപോലെ അച്ചിലിട്ടാണ്ട് പീച്ചെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ഉണ്ടല്ലോ, പാക്കറ്റ് പൊടി ഉണ്ടാവില്ലേ, അങ്ങനത്തെ പൊടിയിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ പാക്കറ്റ് പൊടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് നോമ്പിന് ഇങ്ങനെ കിറ്റ് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കൽ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതേപോലെ പീച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ പീച്ചെടുക്കാനൊക്കെ നമുക്ക് കഴിയും. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ കഴുകി പൊടിച്ച അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതിക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതൊന്നും ഇങ്ങോട്ട് ചാടി കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ, പൊടി വേറി കഴിഞ്ഞാലേ. നമ്മളിവിടെയൊക്കെ പച്ചരി പൊടിപ്പിക്കുമ്പോൾ പച്ചരി കഴുകി വെയിലത്തിട്ട് ഉണക്കി എന്നിട്ടാണ് കേട്ടോ പൊടിപ്പിച്ചത്. പിന്നെ വർക്കൊന്നും ചെയ്യൂല. നേരെ മറിച്ച് നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയേക്കാരം. അപ്പോൾ അതിക്ക് വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളം വെള്ളത്തിന് ചൂട് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ നൂൽപുട്ടൊക്കെ പീച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ചെമ്പിലാകുമ്പോൾ പെട്ടെന്നാവും. 2 തട്ടിലും ഇതേപോലെ നൂൽപുട്ടാണ് പീച്ചി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുന്നായിട്ട് തന്നെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പെട്ടെന്ന് തീരും. അതേപോലെ തന്നെ പുട്ടാണെന്നും അങ്ങനെ തന്നെ. പിന്നെ ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അധികം നമ്മൾ ഉണ്ടാക്കലും കേട്ടോ. അപ്പോൾ കറി ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ട്. അപ്പോൾ അതിന് ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാണ്ട് അതൊന്ന് അടുപ്പത്ത് വെക്കണം. കുക്കറിലിട്ടാണ്ട് ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കിഴങ്ങൊന്ന് ഉടച്ചെടുത്താൽ കറി അതന്നെ മതി. അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട്. നൂൽപുട്ടിന് ഇന്ന് ചെറിയൊരു ബലം വെക്കലുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നല്ല തിളച്ച വെള്ളം കൊണ്ട് ആണ്, ഞാൻ പറഞ്ഞല്ലോ പാക്കറ്റ് പൊടി ആകുമ്പോൾ നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് നമ്മൾ പൊടി കുഴച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടും. ഇന്ന് ഞാൻ ആ തിളച്ച വെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബലം വെക്കലുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നൂൽപുട്ടൊക്കെ ചുട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ആവി പോവാനൊക്കെ ഉണ്ടേനി കുക്കറിൻ്റെ. അപ്പം ആവി പോവാനൊന്നും സമയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടി ആവിയൊക്കെ കളഞ്ഞു. വെന്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങൊക്കെ. 1 മുതൽ മഞ്ജുമോൾ ട്യൂഷന് പോകുന്നുണ്ട്. ഇപ്രാവശ്യം മഞ്ജുമോൾ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്യൂഷന് ചേർത്തിട്ടുണ്ടേനും. അപ്പോൾ അവൾക്ക് 7 മണിയാകുമ്പോൾ പോകണം. റിച്ച് മോൻ ഇപ്പോൾ 6:30 ആയപ്പോൾ പോയിട്ടോ. ഓനക്കിപ്പോൾ ചായക്ക് കടിയൊന്നും ഇപ്പോൾ വേണമെന്നില്ല. ഓനൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് മദ്രസ ഇട്ട് വരും. അപ്പോൾ മതി. പിന്നെ ഇളയച്ചൻ്റെ കുട്ടിയുണ്ട് ഇവിടെ. ഓനക്ക് 7:30 ആണ് മദ്രസ തുടങ്ങാം. ഓനെ 7:30 ആകുമ്പോഴത്തേന് കൊണ്ടാക്കണം. പിന്നെ ഐഫക്കുട്ടിക്ക് 8 മണിക്കാണ്. അങ്ങനെ രാവിലെ നല്ല പടയാണ് കേട്ടോ. അപ്പോൾ 6:30 ഒരാൾ, 7 മണിക്ക് ഒരാൾ, 7:30 ഒരാൾ, 8 മണിക്ക് ഒരാൾ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. മഞ്ജുമോളിനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഉച്ച ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോഴേ വിശന്നിരിക്കേണ്ടി വരും. അപ്പോൾ ഈ നേരത്ത് വല്ലാതെ അങ്ങനെ പോകുമൊന്നുമില്ല രാവിലെ തന്നെ ആകുമ്പം. എന്നാലും കഴിച്ചോന്നൊക്കെ പറഞ്ഞാണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഞാൻ ഐഫക്കുട്ടിനെ മദ്രസയിലും ആക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുഴയ്ക്ക് വരുന്നത് കേട്ടോ. പുഴയിലിപ്പോൾ അലക്കാനൊന്നും വന്ന് ശീലമായതുകൊണ്ടേ ഇപ്പോൾ വീട്ടിൽ നിന്ന് അലക്കണ പണി ഒരു മടിയാണ്. പുഴയിൽ വന്നാൽ എളുപ്പം അലക്കി കഴിയും. പിന്നെ അതേപോലെ ഒന്ന് കുറച്ച് അധികം ഉണ്ട് അലക്കാനൊക്കെ. എന്നും ഉണ്ടാവും, എന്നും ഞാൻ പറയില്ലേ കുറച്ച് അധികം ഉണ്ട് എന്നുള്ളത്. കുട്ടികളൊക്കെ സ്കൂളില്ലാതെ വീട്ടിലുള്ളതല്ലേ. അപ്പം രാവിലെ ഇടുന്നതും വൈകുന്നേരം ഇടുന്നതും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഒരു എപ്പോഴൊക്കെ മാറ്റേണ്ടത് ചക്ക അയച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ തുണികൾ അലക്കാനൊക്കെ. പിന്നെ പുഴയിലും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ സമയത്ത് തുണികൾ കഴുകാനും കുളിക്കാനൊക്കെ വരുന്നല്ലോ കേട്ടോ. ഇപ്പോൾ വേനലായതുകൊണ്ടേ വെള്ളം കുറഞ്ഞിക്കണ്. പിന്നെ അവിടെ തടയണയൊക്കെ കെട്ടിയിട്ടുണ്ട് കുറച്ച് അപ്പുറത്ത് കേട്ടോ. ആ ഭാഗത്തേക്ക് ഞാൻ പോവലില്ല. ഞാൻ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അലക്കൽ. പിന്നെ പുഴ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കമൻറ്റിൽ ഇങ്ങനെ പറയുമ്പം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ റിച്ചുവിനെ കിട്ടിയിട്ടുണ്ടേനും. ഞാൻ പുഴയ്ക്ക് പോകുന്ന സമയത്തും മദ്രസ ഇട്ട് വരുന്നുണ്ടേനി കേട്ടോ. അപ്പോൾ പിന്നെ ഓനങ്ങനെ വീഡിയോ എടുക്കാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല. ഞാൻ പിന്നെ വേഗം തുണിയൊക്കെ കഴുകിയാണ്ട് അങ്ങനെ പോവലാണ്. കുളിക്കൽ വീട്ടിൽ നിന്നാണ് കേട്ടോ.
എന്നിട്ട് ഓഫാകട്ടെ ഒച്ചണ്ട അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി എൻ്റെ കുളിയും മുറ്റടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത്. പിന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. പുഴയിൽ പോയാൽ അതാട്ടോ എളുപ്പം പണി തീരും. ഇപ്പം എന്താ അലക്കലും കുളിക്കലും കഴിഞ്ഞാൽ തന്നെ പണി ഒരുവിധം കഴിഞ്ഞ പോലെയാണല്ലോ. പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആകെ അടിച്ചു വാരി തുടക്കാൻ പിന്നെ മക്കൾ ചെയ്യും. അപ്പോൾ ഞാൻ എന്താ വേഗം വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടും അതേപോലെ തന്നെ കുറേ ദിവസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ ഈ മേലെ ഭാഗത്ത് അടിച്ച ആ ഒരു വെള്ള പെയിൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളറ് മാറിയിരിക്കണം കേട്ടോ. അതെങ്ങനെ മാറിയെന്ന് വെച്ചാൽ അത്ര എന്താ മങ്ങിയിട്ടൊന്നും ഇല്ലേനും അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരി ഉണ്ടായപ്പോഴേ റിച്ചുമോനെ കമ്പിച്ചണ്ടിട്ട് വരച്ചതാട്ടോ. അപ്പോൾ എല്ലായിടത്തും ആകെ പരന്നു. അപ്പോൾ എല്ലായിടത്തും ഒരു ചളിയായ പോലെ ആയിട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോഴും തന്നെ അല്ലെങ്കിൽ തന്നെ ക്ലിയർ ഇല്ല. പിന്നെ അവിടെ എന്താ കറുത്ത കളറുള്ള ഷീറ്റ് കെട്ടിയിട്ടേ കുറച്ച് താന്നാട്ടോ നിൽക്കുക. അപ്പോൾ വെളിച്ചക്കുറവ് നല്ലോണം ഉണ്ട്. അഴിച്ചിട്ടാലോ മഴ പെയ്താൽ നനയും ചെയ്യും. അപ്പോൾ അത് അഴിച്ചിടാൻ മടിച്ചിട്ട് അങ്ങനെ അഴിച്ചിട്ടിട്ടില്ല കേട്ടോ. ഇനി നല്ല വേനലൊക്കെ ആകുമ്പോൾ അഴിച്ചിടണം. വേനലൊക്കെ ഇപ്പോൾ ഇനി കഴിയാനായില്ലല്ലേ, ഇനിയിപ്പോൾ മഴക്കാലം ആവാനായിക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. അപ്പം പിന്നെ നമുക്ക് വലിയ ഷീറ്റൊക്കെ മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ, നല്ല ഷീറ്റൊക്കെ കെട്ടണം ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് ഉയർത്തി അങ്ങനെ കെട്ടിയിടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് താന്ന് നിൽക്കില്ല, പുകയും തന്നെ അങ്ങനെ ഒഴിഞ്ഞു പോവും. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ അകത്ത് വന്നാണ്ട് എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കേന് കേട്ടോ. അപ്പോൾ കറിക്ക് നമുക്കിന്ന് പരിപ്പും മുരിങ്ങിയിട്ട് കറിയും വെക്കാം. അതേപോലെ ഇന്നലെ വാങ്ങിയ ചിക്കൻ കുറച്ച് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ. ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിനല്ലോ, അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിനി. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിടാൻ വേണ്ടി പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം. അതേപോലെ പരിപ്പും മുരിങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള അരിയും തന്നെ കഴുകി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇടയ്ക്ക് ഇനി തീ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി, ഇത് നമുക്ക് നോക്കണ്ട. അത് പോകുമ്പോൾ തന്നെ നമുക്ക് കറികളും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർക്ക് ഞാൻ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ കുക്കർ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ കുക്കറാണ് കേട്ടോ. നല്ല കുക്കറാണ്. നമുക്ക് ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിക്കൊക്കെ കറി ഉണ്ടാക്കാനും അതേപോലെ ചോറിനൊക്കെ ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ ഇത് മതി കേട്ടോ. പരിപ്പും കടലയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ വലിയ അലാക്കിൻ്റെ കുക്കർ കൊണ്ടുവരും വേണ്ട, കുറച്ചല്ലേ നമ്മൾ അങ്ങനെ വേവിക്കുള്ളൂ. എന്താ പരിപ്പും കടലയൊക്കെ കൂടുതൽ ആളുകളുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ എടുക്കും. എന്നാലും എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനത്തെ ചെറിയ കുക്കറുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട കേട്ടോ. പിന്നെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ടും കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഉപ്പ് നമുക്ക് പരിപ്പ് വന്നിട്ട് പിന്നെ ചേർക്കാം. പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. കുക്കർക്ക് ചെറിയൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഈ പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിളച്ചങ്ങനെ ചിന്തുമല്ലോ. എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ്, ഞാൻ ഇട്ടത് വീഡിയോയിൽ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ച് ഇനി പൈക്ക് മുരിങ്ങ വേണമല്ലോ. അപ്പോൾ ഞാൻ മുരിങ്ങ ഒടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുരിങ്ങ മരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ ഇതിൻ്റെ മുന്നൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിന്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക പഴുത്ത് ചാടി അതിലൊക്കെ എന്താ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാതെ അതിനും. ഇപ്പോൾ നല്ല തെത്ത് വന്നിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തപ്പോഴേ. അപ്പോൾ എന്തായാലും നമുക്ക് മുരിങ്ങ ഒടിക്കാം. പിന്നെ മുരിങ്ങ വീട്ടിലുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കൊമ്പ് വെട്ടി കൊടുക്കണം, എന്നാലുള്ളൂ എന്താ മുരിങ്ങ അങ്ങനെ നല്ല രീതിയിൽ തെത്ത് എന്താ ഉഷാറായിട്ട് വരും കേട്ടോ. പിന്നെ ഉമ്മയൊക്കെ പറയണേക്കാം എന്താ ഈ വലിയ മരമായി പോകണം മുരിങ്ങ ഉണ്ടല്ലോ, അതിമത്തെ മുരിങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ നമ്മളെപ്പോഴും ഒടിക്കണ മുരിങ്ങ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മുരിങ്ങ നല്ല ടേസ്റ്റ് ആയിക്കാരം എന്നൊക്കെ പറയണേക്കാം കേട്ടോ. പറയണ കേൾക്കണമല്ല, എന്തായാലും നമ്മുടെ മുരിങ്ങ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്.
അല്ലാതെ ഈ മൂത്ത് എന്താ നല്ലോണം ഉയരം പോയ മുരിങ്ങ നമ്മൾ എപ്പോഴെങ്കിലും കുടിക്കണ മുരിങ്ങ ഉണ്ടല്ലോ, അത് ഒരു ചെറിയൊരു കയ്പേക്കാരം എന്നൊക്കെ പറയണേ കേട്ടോ. അങ്ങനെ ഒരു ചൊല്ലും ഉണ്ടല്ലോ അല്ലേ, മുരിങ്ങ ഒടിച്ച് വളർത്തണം, കുട്ടികളെ അടിച്ച് വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ മുരിങ്ങനെ ഞാൻ അങ്ങനെ ഒടിച്ചൊടിച്ച് തന്നെ കേട്ടോ വളർത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെട്ടിക്കൊടുക്കും. അപ്പോൾ പിന്നെ വല്ലാതെ ഉയരം പോകില്ല. നമുക്ക് തോട്ടിയൊന്നും വേണ്ടല്ലോ പറിക്കണമെങ്കിൽ. കൊമ്പ് ഇങ്ങനെ ഒന്ന് എന്താ പറിക്കണമെങ്കിൽ അല്ല ഒടിക്കണമെങ്കിൽ അല്ലേ, ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അങ്ങനെ മുരിങ്ങയൊക്കെ ഒടിച്ചുകൊണ്ടൊന്നു അത് അവിടെ തന്നെ നല്ലോണം ഒന്ന് കുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതിൽ. പിന്നെ വന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു മുട്ടയും, പിന്നെ കുറച്ച് മൈദയും, അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ എന്താ ചിക്കനിൽ മസാല തേച്ച് വെച്ചത്. കുറച്ച് സോയാ സോസും ചേർത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല. ഇനി അപ്പോൾ ഞാൻ കുറച്ച് മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. അരിപ്പൊടി ചേർത്താൽ എന്താ അറിയോ, കുറച്ച് ചേർത്താൽ മതി. ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. നല്ലോണം മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. മുരിങ്ങയൊക്കെ ഊരി വെച്ച് പിന്നെ ഇതാ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. ഞാൻ എണ്ണയൊക്കെ ഇതാ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക വേഗം. അപ്പോൾ ചിക്കൻ വാങ്ങിയ 2 ദിവസത്തിന് ചിക്കൻ ഉണ്ടാവും, മീൻ വാങ്ങിയ 2 ദിവസത്തിന് മീൻ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ ബീഫ് വാങ്ങുകയാണെങ്കിൽ ബീഫും അതേപോലെ തന്നെ 2 ദിവസത്തിന് ഉണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്, കുറച്ച് നേരം അങ്ങനെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, അതിമത്തെ ആ ഒരു മസാലയൊക്കെ ആ എണ്ണയിൽ അങ്ങനെ കലരും. അപ്പോൾ ചിക്കന് മസാല ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ആവി വരുമല്ലോ, അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ആവി ഒരു പുക ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ നമുക്കറിയാം ഒരു വശം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയപ്പോഴേ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ കിച്ചണിക്ക് ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് ഫുഡായോ എന്ന് ചോദിച്ചിട്ട്. ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആണെങ്കിലേ ഒരു നേരത്തെ ഫുഡ് വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഓരോ ഫുഡ് കഴിക്കാൻ വിളിച്ചാലാണ് വന്ന് കിട്ടൂല. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ അവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ചോറൊക്കെ വന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഒരു എണ്ണയ്ക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വേഗം കരിയും കേട്ടോ. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, പെട്ടെന്ന് എന്താ പൊടികളൊക്കെ മൂത്ത് വരും. എന്നിട്ട് ഇതാ നമ്മൾ ഊരി വെച്ച മുരിങ്ങ ഉണ്ടല്ലോ, അത് മുരിങ്ങ കഴുകണം കേട്ടോ. എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുരിങ്ങ അതിൽ ഇട്ടുകൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പരിപ്പ് വന്നത് അതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ സ്പൂൺ ഞാൻ അതിന് എടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്താ കുക്കറിൽ പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ തിളച്ചിട്ടുണ്ടെങ്കിലാണ് സ്പൂൺ ഇടണമെന്നുള്ളത്. അപ്പോൾ ആ സ്പൂണ് അതിന് എടുക്കാൻ മറന്നതാട്ടോ. അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തു. സ്പൂണൊക്കെ അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും മുരിങ്ങയും വെച്ചിട്ടുള്ള കറി ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കൽ കമൻറ്റ് ചെയ്യുകൊണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണമെങ്കിൽ ഒഴിക്കട്ടോ. ഇതല്ലെങ്കിൽ തന്നെ നല്ല കുറുകിയ കറിയക്കാരം. പരിപ്പ് ഞാൻ അത്യാവശ്യം ഇട്ടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ മുരിങ്ങയുണ്ട്. അപ്പം കുറച്ച് കുറുകിയ കറി തന്നെയാണ് ഈ കാരം. അപ്പോൾ വേണമെങ്കിൽ തേങ്ങ അരക്കുക. തേങ്ങ നല്ല ജീരകമൊക്കെ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുരിങ്ങി പരിപ്പ് ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനും ഇതാ 2 ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു റെസിപ്പിയും വേണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ പിന്നെ എപ്പോഴേലും കാണിക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്താൽ കേട്ടോ. പിന്നെ എന്താ ഒന്നാമത് ഞാൻ കാണിക്കാൻ എന്താ വെച്ചാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. മുട്ടയൊക്കെ കൂട്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും എന്താ ചിക്കൻ്റെ മസാലയൊക്കെ തേച്ച് വെക്കലേ. അപ്പോൾ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഈ കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാണ്ടാണ് കേട്ടോ. അതുമ്പോൾ അങ്ങനെ മസാല ഒന്നും വിട്ടു പോയിട്ടില്ലല്ലോ, കൈമ തന്നെ ഉണ്ട്. അരിപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ചിക്കൻ മേലെ ഉണ്ടാവണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കണമുണ്ടല്ലോ, അത് കൈമന്ന് അങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെ വെളുത്തുകൊണ്ട് നിൽക്കും. പൊടിയും മൈദയും കുറച്ച് മിക്സ് ചെയ്ത് ചേർത്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. മസാലയൊക്കെ എണ്ണയിൽ കലരാതെ ആ ഒരു ചിക്കൻ മെത്തന്നെ ഉണ്ടാവും. അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നമുക്ക് നാളത്തെ വീഡിയോയിൽ നല്ല അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാം. ഞാൻ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് വൈകുന്നേരം അതൊക്കെ എന്താ നുറുക്കിയൊക്കെ റെഡിയാക്കി വെക്കണം.
കുറേ ദിവസമായിക്കണം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പം കുട്ടികൾ പിന്നെ ചീത്ത അറിയാൻ തുടങ്ങിക്കണം കേട്ടോ. ഒരു മാങ്ങ എടുക്കട്ടെ ചോദിക്കുമ്പോൾ ഞാൻ എടുക്കേണ്ട അച്ചാറിടാനാണ് പറഞ്ഞാണ്ട് അങ്ങനെ വെക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കണേ ഇന്ന് അച്ചാർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒറ്റ മാങ്ങ അതിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മാങ്ങയൊക്കെ നുറുക്കി അച്ചാറിടണം. അപ്പോൾ അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അന്നത്തെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ടേ എല്ലായിടത്തും ഉണ്ടാവും മാങ്ങ അല്ലേ. അപ്പോൾ നമ്മളെ മഞ്ജുമോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നും ചെയ്തു കേട്ടോ. അപ്പോൾ ഓൾക്ക് ചോറ് വിളമ്പി കൊടുത്തു. അപ്പോൾ ഇനി ചിലപ്പം കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് മുറ്റത്തിറങ്ങിയിട്ട് മുരിങ്ങ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വീട്ടിലോ നമ്മളെ വീട്ടിലൊക്കെ മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങയും പരിപ്പൊക്കെ കറി വെച്ച് വെക്കുന്നുണ്ട്. അതേപോലെ മുരിങ്ങയും ചക്കക്കുരുവൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ നിന്ന്, ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറേ നേരം ഇതിലിരുന്ന് കഴിഞ്ഞാൽ ആ കറിൻ്റെ കളറും മാറും, അതേപോലെ തന്നെ ചെറിയൊരു ഇരുമ്പിൻ്റെ ചൊവയും ഉണ്ടാവും. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിന് മാറ്റലാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വേറെ പാത്രത്തേക്കൊക്കെ ആക്കി കൊടുത്തു. ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് കരിയുള്ള പാത്രം അകത്തേക്ക് കൊണ്ടുവരുന്ന ഇഷ്ടമില്ല. അപ്പം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊന്ന് ഒഴിവാക്കിയിട്ട് ആ പാത്രം അപ്പം തന്നെ കഴുകി വെക്കും. അങ്ങനെ ഇതാ ചിക്കനും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിക്ക്. അതേപോലെ കാശ്മീരി മുളക് പൊടിയല്ല ചേർത്ത്, എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഇതിൻ്റെ കളർ കണ്ടില്ലേ, നമ്മൾ അരിപ്പൊടിയും മൈദയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം ചോറും വിളമ്പി. ഒരു 12:30 ആയിട്ടുള്ളൂ സമയം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് എല്ലാവർക്കും നേരത്തെ ചോറ് വേണം പറഞ്ഞപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മളെ പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരൊന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.